മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഇന്ന് വിഷുക്കണി കാണാൻ ഗുരുവായൂരിലാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷു ദിവസം അവിടെ അഭൂതപൂർവമായ തിരക്കാണ് എല്ലാ വർഷവും അനുഭവപ്പെടാറ്. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ നമുക്ക് ഗുരുവായൂരിലെ വിഷുക്കാഴ്ചയിലേക്ക്, വിഷുക്കണിയിലേക്ക് ആദ്യം തന്നെ പോകാം അല്ലേ. ഗുരുവായൂർ ക്ഷേത്രത്തില് വിഷുക്കണി ആയിരങ്ങളാണ് ദർശിച്ചത്. ഇന്ന് പുലർച്ചെ 2:42 മുതൽ 3:42 വരെയായിരുന്നു വിഷുക്കണി ദർശനമുണ്ടായിരുന്നത്. 3:42 നിർമ്മാല്യ ദർശനമായിരുന്നു. തുടർന്ന് പതിവ് പൂജകളും നടന്നു. വിഷുദിനമായ ഇന്ന് ഭഗവതി വാതിലും പടിഞ്ഞാറേ ഗോപുരവാതിലും 3:15 തുറന്നത്. കാർഷിക സമൃദ്ധി വിളിച്ചോതുന്ന വിഷുദിനമാണെന്ന് മലയാളിക്ക്. ഗുരുവായൂരപ്പനെ കണി കാണാനും ഗുരുവായൂരപ്പ ദർശനം നടത്താനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് ഭക്തരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. എൻ്റെ പേര് ജയശ്രീ. ഞാൻ കോട്ടയ്ക്ക് നിന്ന് വരുന്നു, മലപ്പുറം ജില്ല. ഞങ്ങൾ ഇന്നലെ 2 മണിയായപ്പോഴേക്ക് എത്തി. ഇന്നലെ ഇവിടെ ഒരു വൈകുന്നേരം 5:30 എത്തിയപ്പോൾ തന്നെ ഇവിടെ ക്യൂ ഫുള്ളാണ്, ദർശനത്തിനുള്ള ക്യൂ. പിന്നെ ഇന്നിപ്പോൾ 11:45 കഴിഞ്ഞിരുന്നു. 12 മുന്നേട്ട് എത്തി. അപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളൂ. ക്ഷേത്ര ദർശനം നടത്തി ആദ്യമായിട്ട് വരികയാണ്. കള്ളനെ കണ്ട് അനുഗ്രഹം കിട്ടണം എന്നുള്ളതിലാണ് ഞങ്ങൾ. സത്യസന്ധമായിട്ടുള്ള ക്യൂ ആണ്. കള്ളത്തരത്തിൽ കൂടെ കയറുന്നുണ്ട് കുറേ പേര്, ഞങ്ങൾ കണ്ടു. പിന്നെ ഇവർ കുടിവെള്ളം ഞങ്ങൾക്ക് ഇങ്ങനെ തരുന്നില്ല, അതൊരു പരാതി ഉണ്ട്. നമ്മൾ കുറേ നേരം നിൽക്കണു. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ നിങ്ങൾ കുടിച്ചു, അതൊരു പോരായ്മയാണ് അല്ലേ. ഇഷ്ടപ്പെട്ട് വരുന്ന ഭഗവാനെ കണ്ടാൽ എല്ലാ സൗഖ്യം ഉണ്ടാവും എന്നുള്ളത്. അത് ഈ ഒരു വർഷം മുഴുവൻ എല്ലാവർക്കും, ജനങ്ങൾക്കും എല്ലാവർക്കും, നമ്മൾ കുടുംബത്തിനും. ജയശ്രീ. സഞ്ജയ്. ആ, 1 മണിയൊക്കെ ഉണ്ടാവും. വെളിയെത്താൻ എറണാകുളം എന്ന് പറയാം, വൈപ്പി. അച്ഛനമ്മയും വന്നിട്ടുണ്ട്. കണ്ടില്ല, എല്ലാം നിൽക്കണേ. ആ, എൻ്റെ കഷ്ടപ്പാടും ദുരിതങ്ങളെല്ലാം പറയാം. നല്ല വാർത്ത അതെല്ലാവരും അതും പറയാം. അത്ര പഠിക്കാൻ. ഇനി രാത്രി ഒരു കണ്ടിട്ട് 5 മണിയൊക്കെ 5 മണി 6 മണി 7 മണിയൊക്കെ ആകുമ്പോൾ പോകും. ഫുഡൊക്കെ കഴിച്ചിട്ട് പോകുള്ളൂ. வணக்கம், இனிய தமிழ் புத்தாண்டு நல்வாழ்த்துக்கள். நாங்கள் தமிழ்நாட்டில் இருந்து வரோம். இந்த குருவாயூர் சாமியை பார்க்கறதுனால ரொம்ப தூரத்தில் இருந்து வரோம். அந்த சாமியை அருள் காட்டணுன்றதுனால நன்றி, வணக்கம். சேலம், തമിഴ്നാട്. ഗുരുവായൂരപ്പനെ ഒരു ദിവസം ദർശിക്കുക, 6 ദിവസം ദർശിക്കുക പറഞ്ഞൊരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അത് മുൻജന്മ സുഹൃതമായിട്ടാണ്. പിന്നെ വിശേഷ ദിവസങ്ങൾ, വിഷു, അഷ്ടമി, രോഹിണി, ഏകാദശി, ആ ദിവസങ്ങളിൽ അത് പ്രത്യേകിച്ച് ഭഗവാനെ കാണാൻ അതിൻ്റെ സുഖം വേറെയാണ്. കോടിക്കണക്കിന് ജനങ്ങൾ പുറമേ നിന്ന് വരുന്നു. അവരെല്ലാവരും ഭഗവാനെ കൊണ്ട് തൊഴുതു പോണു. ആ ഭഗവാന്റെ ഒരു തിരുമുഖമൊന്ന് കാണുക. അത് കാണുമ്പോൾ തന്നെ ആ ദിവസം തന്നെ നമുക്കൊരു നല്ലൊരു ഊർജ്ജം തനിയെ വരുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ. ഇപ്പോൾ 61 വയസ്സായി, ഏകദേശം ഒരു 45 വർഷത്തെ പരിചയം വെച്ചാൽ പറയണത്. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും സർവ്വജനതയ്ക്കും സൗഖ്യം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ശബരിമലയ്ക്ക് വരാൻ തുടങ്ങി 41 വർഷമായി. ഇത് 41ാമത്തെ വർഷമാണ്. ഇപ്പോൾ വന്നു. വിഷു തിരക്ക് കാരണം ഗുരുവായൂരപ്പൻ്റെ ദർശനം കിട്ടുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ മടങ്ങി ഞങ്ങൾ ശബരിമലയ്ക്ക് തന്നെ പോവുകയാണ്. വിഷു വിളക്കിന് വന്നതാണ്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളങ്ങനെ കൊല്ലം വരാറുണ്ട്. ഞങ്ങൾ 22 പേര് 30 പേര് ഒരു ബസ്സിൻ്റെ ആൾക്കാരുണ്ടാവും. ഞങ്ങൾ കർണാടകത്തിൽ നിന്നാണ് വരുന്നത്. പിരിയാപട്ടണം താലൂക്ക് എന്ന് പറയും, അവിടെ നിന്നാണ് ഞങ്ങൾ വരുന്നത്. ഗാന്ധിനഗരം എന്ന് പറയും ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേര്. അങ്ങനെ ഞങ്ങൾ വരുന്നു, ഇത്രയും പേര്. മലയാളം നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഞാൻ മലയാളി തന്നെയാണ്. ഞങ്ങൾ ജനിച്ച് വളർന്നൊക്കെ കർണാടകയിലാണ്. സ്വന്തം നാട്, ഭാര്യ നാട് കോട്ടയമാണ്. എൻ്റെ നാട് കുറ്റിപ്പുറം, ഗുരുവായൂർ കുറ്റിപ്പുറമാണ്. ഞങ്ങൾ അവിടെ പോയിട്ടാണ് സെറ്റിലായിരിക്കുന്നത്. എൻ്റെ പേര് രമ്യ. ഞാൻ ഹരിപ്പാടു നിന്നാണ് വരുന്നത്. ഞാൻ എല്ലാ വർഷവും 1-ാം തീയതി, എല്ലാ മാസം 1-ാം തീയതി ഞാനിവിടെ വരുന്നതാണ്. ഇന്ന് വിഷുവായിട്ട് എൻ്റെ മോനെ ഹോസ്പിറ്റലൈസ്, എന്നിട്ട് ഞാൻ ഓടി വന്നതാണ് ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഭഗവാനോട്. ഞങ്ങൾ അകത്ത് കയറി തൊഴുതില്ല, തൊഴാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക. കണി ദർശനം പുറത്തു നിന്ന് കണ്ടതേ ഉള്ളൂ. ഇനി അകത്ത് കയറി തൊഴണം. ഇന്ന് വെളുപ്പിനെ വന്നു. ഞങ്ങൾ ഇന്ന് വൈകിട്ടേ പോകത്തുള്ളൂ. ഞങ്ങൾ 2 പേരും വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്ട്, സ്ഥലം ചെർപ്പളശ്ശേരി. അറിയോ? ചെർപ്പളശ്ശേരി. ഇന്നലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് 2 മണിക്ക് വന്നാണ്. 4 മണിക്കൂടെ ലാൻഡ് ചെയ്തു. അപ്പോൾ ക്യൂ നിന്നതാണ്. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുഴപ്പമില്ല. ഭഗവാനെ നന്നായിട്ട് തൊഴുതു ഇറങ്ങി. കണി കണ്ടു, തൊഴുകലും കണികാടലൊക്കെ കഴിഞ്ഞു ഇറങ്ങി. 4 മണിക്ക് എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങി. ഇനിയിപ്പോൾ 5:20 ബസ്സിന് അതിന് പോകാൻ നിൽക്കുകയാണ്.
എന്തായാലും ഈ തിരക്കിൻ്റെ ഉള്ളിലും സുഖമായി തൊഴുത് ഇറങ്ങി. എല്ലാ കൊല്ലവും വരവുണ്ട്, വിഷുവിന് പ്രത്യേകിച്ചും വരവുണ്ട്, എല്ലാ മലയാള മാസവും വരവുണ്ട്. വിഷുക്കണി ദർശനത്തിനായി ആയിരങ്ങളാണ് ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രനടയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. 1 മണിക്കൂറാണ് കണി ദർശനമെങ്കിലും ഇന്ന് തുടർച്ചയായുള്ള ഭക്തരുടെ ഒഴുക്കാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഗുരുവായൂരിൽ നിന്നും ഞാൻ രാജു ഗുരുവായൂർ, ന്യൂസ് 18. വിഷുദിനം ഗുരുവായൂരിലെത്തി കണ്ണനെ കണി കണ്ട് അവിടുത്തെ കണിക്കാഴ്ചകൾ കണ്ട് ഈ വർഷം ആരംഭിക്കുക എന്നുള്ളത് വിശ്വാസികളെ സംബന്ധിച്ച് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഗുരുവായൂരിലെ വിഷു കാഴ്ചകൾ. വളരെ വലിയ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്.